വാട്ടിയെടുത്ത ഇലയിലുള്ള ഭക്ഷണം അതിനൊരു പ്രത്യേക മണവും രുചിയാണല്ലേ. അപ്പം ഇന്നങ്ങനെ ഇലയിൽ വാട്ടി എടുത്ത് ആവിയിൽ വേവിച്ച ഒരു ഫുഡാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിന് ഞാനിട്ട പേരാണ് പൂവട. പൂ പോലെ ഇല്ലേ ഇതിനെ കാണുമ്പോൾ, അങ്ങനെയുള്ള പൂ പോലെയുള്ള അടട റെസിപ്പിയാണ് ഇന്ന്. ഇതിനധികം സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം. എന്നാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. അതിനായിട്ട് നമ്മൾ ആദ്യം വേണ്ടത് ഒരു 2 ഗ്ലാസ് പച്ചരി 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുകയാണ് വേണ്ടത്. പച്ചരി തന്നെ വേണം, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇതാ കുതിർത്തെടുത്ത് വന്നതിനെ കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം. തരിയില്ലാത്ത വിധത്തിൽ അരച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്. ലേശം ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ടേസ്റ്റ് ബാലൻസ് ചെയ്യാനാണ് എപ്പോഴും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇതാ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അധികം തരിയൊന്നുമില്ല, എന്നാൽ ഭയങ്കര ഫൈൻ പേസ്റ്റ് അല്ല, ഒരുപാട് തരിയില്ലാത്ത വിധത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ബേസ് റെഡി. ഇനി ഇതിലേക്കുള്ള കൂട്ടാണ് റെഡിയാക്കേണ്ടത്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതാ ഇങ്ങനെ ആയിരിക്കണം. ഞാൻ കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ ആയിരിക്കണം കൺസിസ്റ്റൻസി, ഒരുപാട് വാട്ടറി ആവരുത്. ഇനി നമുക്കിതിനുള്ളിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിനായിട്ടിവിടെ ഒരു തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. ഒരു തേങ്ങ ചിരകിയതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. 2-3 ഏലക്കായ ചതച്ചെടുത്തതാണ്. പഞ്ചസാര ചേർത്തി പൊടിച്ചതാണെങ്കിൽ അതിട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് വേണ്ടത്. ഈ ചിലപ്പോൾ ചില തേങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടാകും, അപ്പോൾ ചിലപ്പോൾ 1/2 കപ്പ് വേണ്ടി വരില്ല. ഇനി അതിന് ഇതാ കൈ കൊണ്ട് എല്ലായിടയ്ക്കും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ഇതാക്കേണ്ട ആവശ്യമില്ല. പൊടിച്ച പഞ്ചസാരയേക്കാൾ നല്ലത് ഈ തരിയുള്ള സാധാ പഞ്ചസാര ഇടുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതാ എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫില്ലിങ്ങും റെഡി. ഇനി നമ്മുടെ ഇല വാട്ടിയെടുക്കുകയാണ് വേണ്ടത്. വാട്ടിയെടുത്ത ഇലയിൽ എന്ത് പൊതിഞ്ഞാലും അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണല്ലേ. അപ്പോൾ ഇതാ ഇല നമ്മൾ വാട്ടിയെടുക്കുന്നുണ്ട്. വാട്ടിയെടുത്തതിന് ശേഷം മുറിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോഴാണ് നമുക്ക് കംഫർട്ടബിളായിട്ട് വാട്ടാനും എളുപ്പം. അപ്പോൾ ഇതാ ഇലയൊക്കെ റെഡി. കണ്ടോ, ഓരോ ഇലയും ഓരോ വലിപ്പമാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇല റെഡി. ഇതാ മാവിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ പറഞ്ഞല്ലോ, ഇതങ്ങനെ. അപ്പോൾ ഉപ്പ് ഒരു നുള്ളി ഇടണം, അത് മറക്കരുത്, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. ഇതാ നമ്മുടെ ഫില്ലിങ്ങും റെഡിയാണ്. ഇനി നമുക്ക് പൂവട ഉണ്ടാക്കേണ്ടോ. പൂവട ഉണ്ടാക്കാനായിട്ട് നമുക്കിതാ ഇല വാട്ടിയെടുത്ത് ഇല എടുത്തിട്ടുണ്ട്. അതിലേക്ക് സാധാരണ നമ്മളിങ്ങനെ ഇതാക്കി കൊടുക്കില്ലേ, ഈ മാവ് ഞാൻ ചെയ്യുന്നത് ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ. ഇനി ഇതിനെ ഇതാ ഇങ്ങനെ ചെയ്യുക. അപ്പം നല്ല തിന്നായിട്ട് മാവ് അധികം കട്ടിയില്ലാതെ കിട്ടും. അതിനാണ് ആ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് പറഞ്ഞത്. എല്ലാ സ്ഥലത്തേക്കും ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ച് ഒരുപോലെ കനാക്കി കൊടുക്കുക, അപ്പോഴേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു റൗണ്ട് ഷേപ്പിൽ ഏകദേശം ഒന്ന് ആക്കിയെടുക്കുക. ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഭാഗത്തേക്ക് മാത്രം ഫില്ലിങ്ങും കൂടി വെച്ചെടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ചെടുക്കുക. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഒരുപാടാവരുത്, അപ്പോൾ പിന്നെ സോഗിയായി പോവും. ഇനി ഇതുപോലെ നമ്മുടെ ഇലയൊന്ന് മടക്കി എടുത്ത് കഴിഞ്ഞാൽ റെഡിയായി. ബാക്കിയുള്ളതും കൂടി ഇതുപോലെ നമുക്ക് മടക്കി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ആവിയിൽ വയ്ക്കുകയും കൂടി വേണം. അതിനായിട്ട് ഇതാ സ്റ്റീമറിൽ വെള്ളമൊക്കെ ഒഴിച്ചാൽ വെള്ളമൊക്കെ തിളച്ചിരുന്നുണ്ട്. അപ്പം നമ്മളിത് അങ്ങനെ വയ്ക്കാം. അതുപോലെ ഇലയുടെ ഒന്നിച്ചൊരിക്കലും വെച്ച് കൊടുക്കരുത് കേട്ടോ. ഇത് മാത്രമല്ല, ഏത് വെച്ച് കൊടുക്കുമ്പോഴും അതിനൊരു ഗ്യാപ്പിന് വേണ്ടിയിട്ട് നമ്മളിതാ ഒരു 4 വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു അണട പീസാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് അടിയിൽ നിന്ന് ആവി കറക്റ്റായിട്ട് കയറുകയും ചെയ്യും. ഒരു 8 മിനിറ്റൊക്കെ ആയപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പൂവട റെഡിയായോ എന്നറിയാനുള്ള എളുപ്പമാർഗ്ഗം, ഇങ്ങനെ തുറക്കുമ്പോൾ ഇലയിൽ വെടി ഒട്ടരുത്, അതാണ് നമ്മുടെ വേവ്. അപ്പോൾ ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഞാനിതാ ഇതിനേക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പൂ പോലെയുള്ള പൂവട കണ്ടു കഴിഞ്ഞാൽ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ. ആദ്യം ശർക്കര ഉരുക്കും ഇതൊന്നും ചെയ്യാതെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. കഴിച്ച് നോക്കട്ടെ കേട്ടോ. ഇത് കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൂപ്പർ ടേസ്റ്റായിട്ടുണ്ട് കേട്ടോ. ഉള്ളിൽ നല്ല ഫില്ലിങ്ങും നമ്മുടെ തേങ്ങയും പഞ്ചസാരയും ഏലക്കടയും കൂടിയ ഫില്ലിങ്ങും ഒക്കെ ആയിട്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ പൂവട. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.